ഒരു കാലത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ലോക ഫുട്ബോളിലെ പരിചയസമ്പന്നരായ വിദേശ താരങ്ങളുടെ വേദിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ISL ഒരു വലിയ അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സീസൺ വൈകുന്നതോടെ നിരവധി പ്രമുഖ വിദേശ താരങ്ങളാണ് ഇന്ത്യ വിട്ടു പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ താരങ്ങൾ ISL വിടുന്നത്? ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ISL വിട്ട ചില പ്രധാന വിദേശ താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ജുവാൻ റോഡ്രിഗസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ഡിഫൻഡറായിരുന്ന ജുവാൻ ISLന്റെ അൺസർട്ടനിറ്റി കാരണം ക്ലബ്ബുമായി പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം സ്പാനിഷ് ക്ലബ്ബായ മാർബെല്ല FCക്കായി കളിക്കുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ ഗോൾ മെഷീൻ അലാഡിൻ അജാരി. ISLനെ ചുറ്റിപ്പറ്റിയ അനിശ്ചിതത്വം കാരണം സീസൺ അവസാനിക്കുന്നതുവരെ ഇന്തോനേഷ്യൻ വമ്പന്മാരായ PSV ജക്കാർത്തയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ ചേർന്നിരിക്കുകയാണ്. എഡ്ഗർ മെൻഡസ്. BFCയുടെ പ്രധാന താരമായ എഡ്ഗർ ക്ലബിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും ലീഗ് തുടങ്ങുമോ എന്ന സംശയവും കാരണം ISL വിട്ടു. ഇപ്പോൾ അദ്ദേഹം തായ് ലീഗിലാണ് കളിക്കുന്നത്. ഹേസൂസ ഹിമെനസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ആയിരുന്ന ഹിമനസ് മികച്ച പ്രകടനം നടത്തിയിട്ടും ലീഗിന്റെ അൺസർട്ടനിറ്റി കാരണം ഇന്ത്യ വിടാൻ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം പോളിഷ് ലീഗിലാണ് കളിക്കുന്നത്. ഹാവിയർ സെവെറിയോ. FC ഗോവയ്ക്കായി കളിച്ച സെവെറിയോ AFC മത്സരങ്ങളിൽ വരെ പങ്കെടുത്ത താരമാണ്. എന്നാൽ ISLന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹത്തെയും ഇന്ത്യ വിടാൻ നിർബന്ധിതനാക്കി. ഹാവിയെ ഹെർനാൻഡസ്. JFC ആരാധകരുടെ പ്രിയപ്പെട്ട താരമായ ഹാവിയർ സ്ക്വാഡ് കുറക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യ വിടേണ്ടി വന്നത്. ബോർജ ഹെറേറ. ISL വിട്ട താരങ്ങളിൽ ഏറ്റവും തുറന്ന പ്രതികരണം നടത്തിയ ഒരാളാണ് അദ്ദേഹം. ലീഗ് വൈകുന്നതിനെതിരെ അദ്ദേഹം പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ഇത് ഒരു പ്രൊഫഷണൽ ലീഗിന് യോജിച്ചതല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. ഈസ്റ്റ് ബംഗാൾ FCയുടെ ജാപ്പനീസ് സ്ട്രൈക്കർ ഹിരോഷി ക്ലബ്ബുമായി പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞു. നോർത്ത് ഈസ്റ്റ് FCയുടെ സ്പാനിഷ് മിഡ്ഫീൽഡർ ചെമ നുനെസ ക്ലബ്ബുമായി പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞു. മുംബൈ സിറ്റി FCയുടെ ജോൺ ടോറൽ ISL വിട്ട് ഇന്ത്യൻ ലീഗിൽ ചേക്കേറി. ഐക്കർ ഗ്വാറോൽസേനയും FC ഗോവ വിട്ടു. ഇന്ത്യ വിടുന്ന മറ്റൊരു സ്പാനിഷ് താരമാണ് അദ്ദേഹം. ISL ചരിത്രത്തിലെ ഏറ്റവും ട്രസ്റ്റബിൾ സെന്റർ ബാക്കുകളിൽ ഒരാളായ ടിരി ഇപ്പോൾ ഇന്തോനേഷ്യൻ ലീഗിൽ ചേക്കേറി. ഇത് ഇന്ത്യൻ ഫുട്ബോളിന് ഒരു മുന്നറിയിപ്പാണ്. ഒരു ഭാഗത്ത് വിദേശ താരങ്ങൾ കുറയുന്നത് ഇന്ത്യൻ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ മറുവശത്ത് പരിചയസമ്പന്നരായ വിദേശ താരങ്ങൾ ഇല്ലാതാകുന്നത് ലീഗിന്റെ നിലവാരത്തെയും ആകർഷണത്തെയും ബാധിച്ചേക്കും. ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ISL നേരിടുന്ന ഈ പ്രതിസന്ധി ഇന്ത്യൻ ഫുട്ബോളിന് വലിയ മുന്നറിയിപ്പാണെന്ന് തന്നെ പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വിദേശ താരങ്ങളുടെ പിന്മാറ്റം ISLനെ എങ്ങനെ ബാധിക്കും? കൊമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തൂ.